നമസ്കാരം. ഈ മണിക്കൂറിൽ തന്നെ അതിദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. മലയാള സിനിമയുടെ മുഖപ്രതിഭയായിരുന്ന നടൻ ശ്രീനിവാസൻ അന്തരിച്ചു. ആരോഗ്യസ്ഥിതി ഗുരുതരമായതിനെ തുടർന്നായിരുന്നു അന്ത്യം. 69 വയസ്സായിരുന്നു. ശാരീരിക അസുഖങ്ങൾ കാരണം ഏറെ നാളായി ചികിത്സയിലായിരുന്നു. അങ്ങനെ ഒരു യുഗം കൂടി മലയാള സിനിമയിൽ നിന്നും വിടവാങ്ങിയിരിക്കുകയാണ്. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. മലയാള സിനിമയുടെ കലാപ്രതിഭ മാഞ്ഞു. ശ്രീനിവാസന് വിട. ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മൃതദേഹം ധാക്കയിൽ. അതിർത്തിയിൽ കനത്ത ജാഗ്രത. മഞ്ഞിൻ താഴ്വരയായി മൂന്നാർ. താപനില 0 ഡിഗ്രിയിൽ. രാത്രിയിൽ പെൺകുട്ടികളെ സ്റ്റോപ്പിൽ ഇറക്കിയില്ല. KSRTC ജീവനക്കാരുടെ ക്രൂരത. ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം തോത് 400-ൽ തന്നെ തുടരുന്ന സാഹചര്യം. വാർത്തകൾ വിശദമായി. 48 വർഷം നീണ്ട സിനിമാ ജീവിതം, 200 ഏറെ സിനിമകൾ അഭിനയിച്ചു. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നർമ്മത്തിലൂടെ വെള്ളിത്തിരയിലേക്ക് എത്തുകയും മലയാളികളെ ഒന്നടങ്കം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മലയാളത്തിന്റെ കലാപ്രതിഭയാണ് വിടവാങ്ങിയത്. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു ശ്രീനിവാസന്റെ അന്ത്യം. മലയാള സിനിമയിലെ ഇതിഹാസ തുല്യനായ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു. ശനിയാഴ്ച പുലർച്ചെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏറെ നാളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യനില ശനിയാഴ്ച പുലർച്ചെയോടെ വഷളാവുകയായിരുന്നു. ഡയാലിസിസിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് അന്ത്യം സംഭവിച്ചതെന്ന് അടുത്ത ബന്ധുക്കൾ അറിയിച്ചു. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലാണ് നിലവിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്ക് സമീപമുള്ള പാട്യത്ത് 1956 ഏപ്രിൽ 6-നാണ് അദ്ദേഹം ജനിച്ചത്. 1976-ൽ PA ബക്കറിന്റെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തിലേക്ക് എത്തിയ ശ്രീനിവാസൻ 48 വർഷം നീണ്ട തന്റെ കരിയറിൽ 200-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു. സാധാരണക്കാരന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും രാഷ്ട്രീയത്തിലെ പൊള്ളത്തരങ്ങളും ഹാസ്യത്തിൽ ചാലിച്ച് അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം മികവ് കാണിച്ചു. വടക്കുനോക്കിയന്ത്രം, ചിന്താവിഷ്ടിയായ ശ്യാമള എന്നീ ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. സന്ദേശം, നാടോടിക്കാറ്റ്, വരവേൽപ്പ് തുടങ്ങിയ മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം തിരക്കഥാകൃത്ത് കൂടിയായിരുന്നു. ബംഗ്ലാദേശിൽ ഇൻകുലാബ് മഞ്ച് നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് സംഘർഷം രൂക്ഷം. സിംഗപ്പൂരിൽ നിന്ന് ധാക്കയിൽ എത്തിച്ച മൃതദേഹം ഇന്ന് പാർലമെന്റിൽ പൊതുദർശനത്തിന് വയ്ക്കും. ബംഗ്ലാദേശിലെ സ്ഥിതി സങ്കീർണമായി തന്നെ തുടരുകയാണ്. ഇൻകുലാബ് മഞ്ചിന്റെ നേതാവായിരുന്ന ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷം ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മാത്രം 2 മാധ്യമ സ്ഥാപനങ്ങളിലാണ് ആക്രമണം നടത്തിയത്. മാധ്യമ സ്ഥാപനങ്ങളിൽ തീയിടുകയായിരുന്നു. ഇന്ത്യ അനുകൂല നടപടി എടുക്കുന്നുണ്ട് എന്നൊരു ആരോപണവും ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം മരണത്തിന് കാരണമായി വെടി ഉയർത്തവർ ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്ത്യ അക്രമികളെ സംരക്ഷിക്കുന്നു, അക്രമികൾ ഇതിനിടയിൽ തന്നെ ഇന്ത്യയിലേക്ക് കടന്നു എന്നൊരു പ്രസ്താവനയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അക്രമികാരികളെ ഇന്ത്യ സംരക്ഷിക്കുന്നു എന്ന കാര്യം ഇപ്പോൾ ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. ഇന്നാണ് ഷെരീഫിന്റെ മൃതദേഹം പാർലമെന്റിൽ പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷമാണ് സംസ്കാരം നടക്കുക. ഈ സമയങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം നടക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശവും ഇപ്പോൾ നിലനിൽക്കും. മൂന്നാർ മഞ്ഞിൻ താഴ്വരയായി മാറുന്നു. താപനില 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നു. കടുത്ത മഞ്ഞുവീഴ്ചയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട കാഴ്ചയാണ് നൽകുന്നതും തണുപ്പ് ക്രമേണ വർദ്ധിക്കുമെന്നാണ് സൂചന. കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന തേയിലത്തോട്ടങ്ങളെ അപ്പാടെ വെള്ള പുതപ്പിച്ചുകൊണ്ട് ഇന്ന് പുലർച്ചെ മൂന്നാറിലെ താപനില 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നു. പ്രഭാതകിരണങ്ങൾ വീഴുന്നതിന് മുൻപേ ഗ്രാമങ്ങളിലെയും പുൽമേടുകളിലെയും മഞ്ഞുപാളികൾ കീഴടക്കിയ കാഴ്ച അതിമനോഹരവും എന്നാൽ അമ്പരപ്പിക്കുന്നതുമാണ്. പ്രത്യേകിച്ച് കന്നിമല, ലക്ഷ്മി, ചെണ്ടുവരെ തുടങ്ങിയ എസ്റ്റേറ്റ് മേഖലകളിൽ ഇന്ന് അതിശക്തമായ തണുപ്പാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ പുറത്തിറങ്ങിയ തോട്ടം തൊഴിലാളികൾക്കും വിനോദസഞ്ചാരികൾക്കും ദൃശ്യമായത് പച്ചപ്പിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന മഞ്ഞുതരികളല്ല, മറിച്ച് ഉറച്ച മഞ്ഞുപാളികളാണ്.
വാഹനങ്ങളുടെ മുകളിലും ചെടികളിലും ഇലകളിലും ഐസ് പാളികൾ രൂപപ്പെട്ടത് ഈ വർഷത്തെ ഏറ്റവും കഠിനമായ തണുപ്പിന്റെ സാക്ഷ്യപത്രമായി മാറി. തണുപ്പ് 0 തൊട്ടതോടെ അതിരാവിലെ ജോലിക്കിറങ്ങുന്ന ലെയ്ത്ത് ജീവനക്കാർക്കും ഈ തണുപ്പ് അല്പം ദുഷ്കരമാകുന്നു. ഈ തണുപ്പ് അനുഭവിച്ചറിയാൻ ദൂരദേശങ്ങളിൽ നിന്ന് സഞ്ചാരികളുടെ വലിയൊരു പ്രവാഹം തന്നെയാണ് മൂന്നാറിലേക്ക് എത്തുന്നത്. തൃശൂർ ചാലക്കുടിയിൽ രാത്രിയാത്രക്കാരായ വിദ്യാർത്ഥിനികളെ സ്റ്റോപ്പിൽ ഇറക്കാതെ KSRTC ജീവനക്കാർ ക്രൂരത കാട്ടിയതായി പരാതി. അങ്കമാലിയിൽ നിന്ന് തൃശൂരിലേക്ക് പോയ സൂപ്പർ ഫാസ്റ്റ് ബസ്സിലെ ജീവനക്കാരാണ് പൊങ്ങം നൈപുണ്യ കോളേജിലെ വിദ്യാർത്ഥികളായ ഐശ്വര്യ S നായരെയും ആൽഫ P ജോർജിനെയും നിശ്ചിത സ്റ്റോപ്പിൽ ഇറക്കാതിരുന്നത്. KSRTC ജീവനക്കാർ ക്രൂരത കാട്ടിയതായി പരാതി. അങ്കമാലിയിൽ നിന്ന് തൃശൂരിലേക്ക് പോയ സൂപ്പർ ഫാസ്റ്റ് ബസ്സിലെ ജീവനക്കാരാണ് പൊങ്ങം നൈപുണ്യം കോളേജിലെ വിദ്യാർത്ഥികളായ ഐശ്വര്യ S നായരെയും ആൽഫ P ജോർജിനെയും നിശ്ചിത സ്റ്റോപ്പിൽ ഇറക്കാതിരുന്നത്. രണ്ടുപേർക്കുമായി 64 രൂപയാണ് ടിക്കറ്റ് എടുത്തത്. ഇവർക്ക് ഇറങ്ങേണ്ടത് കൊരട്ടിക്കടുത്തുള്ള പൊങ്ങത്തായിരുന്നു. സ്റ്റോപ്പ് എത്തിയപ്പോൾ കണ്ടക്ടറോടും ഡ്രൈവറോടും നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും നിർത്തിയില്ല. സഹയാത്രികരും ആവശ്യം ഉന്നയിച്ചിട്ടും നിർത്താത്തതോടെ കൊരട്ടി സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് പിന്നീട് നിർത്താമെന്ന് അറിയിച്ചു. ഇതിനിടെ സ്റ്റോപ്പ് കഴിഞ്ഞ് നിർത്തിയാൽ തനിക്ക് തിരിച്ചു പോകാൻ അറിയില്ലെന്ന കാര്യം വിദ്യാർത്ഥികൾ പറഞ്ഞു. ചാലക്കുടി KSRTC സ്റ്റാൻഡിലാണ് കുട്ടികളെ ഇറക്കി വിട്ടത്. വിദ്യാർത്ഥികളെ സുരക്ഷിതമായി എത്തിക്കാൻ പോലീസ് സന്നിധരായെങ്കിലും ബസ് ജീവനക്കാരുടെ പെരുമാറ്റത്തിൽ കടുത്ത അസംതൃപ്തിയാണ് ഉയരുന്നത്. ഡൽഹിയിൽ പുകമഞ്ഞ് രൂക്ഷമാക്കുകയാണ്. അന്തരീക്ഷ മലിനീകരണ തോത് ഉയരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നിയമലംഘനം നടത്തിയ 11,776 വാഹനങ്ങൾക്ക് ഡൽഹി പോലീസ് പിഴ ചുമത്തി. മലിനീകരണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇന്ധനം നൽകില്ലെന്നും അധികൃതർ അറിയിച്ചു. ദേശീയ തലസ്ഥാനത്ത് ശൈത്യത്തിനൊപ്പം വായു മലിനീകരണവും രൂക്ഷമായതോടെ ജനജീവിതം ദുസ്സഹമാകുന്നു. ഇന്ന് പുലർച്ചെ നഗരത്തിലെ പല ഭാഗങ്ങളിലും വായു നിലവാര സൂചിക 400-ന് മുകളിൽ രേഖപ്പെടുത്തി. ഇത് ആരോഗ്യത്തിന് അതീവ ഹാനികരമായ ഗുരുതരം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. പ്രത്യേകിച്ച് ആനന്ദ് വിഹാർ, വിവേക് വിഹാർ തുടങ്ങിയ മേഖലകളിൽ വായു നിലവാരം മോശമായി നിലനിൽക്കുന്നു. തണുത്ത കാറ്റും അന്തരീക്ഷത്തിലെ ഈർപ്പവും കാരണം മലിനീകരണ കണികകൾ ഭൂമിക്ക് അരികിൽ തങ്ങി നിൽക്കുന്ന ഇൻവേഷൻ പ്രതിഭാസമാണ് സ്ഥിതി വഷളാക്കുന്നത്. കനത്ത മൂടൽമഞ്ഞ് തുടരുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കാഴ്ചാപരിധി കുത്തനെ കുറഞ്ഞത് ഗതാഗത സംവിധാനങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുമുള്ള 170-ലധികം വിമാനങ്ങൾ റദ്ദാക്കുകയും 500-ഓളം വിമാനങ്ങൾ വൈകിപ്പിക്കുകയും ചെയ്തു. താപനില 9 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നതോടെ കുത്തനെ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. വായു നിലവാരം മെച്ചപ്പെടാത്ത സാഹചര്യത്തിൽ പുറത്തിറങ്ങുന്നവർ മാസ്ക് ധരിക്കണമെന്നും ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. മലയാളത്തിന്റെ സ്വന്തം അതുല്യ പ്രതിഭയായ ശ്രീനിവാസന് വിട. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിച്ചു. വീണ്ടും വരും മണിക്കൂറിലെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.